ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെയ് 13 പരിശുദ്ധ അമ്മ ഫാത്തിമയെ പ്രത്യക്ഷപ്പെട്ടതിന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ജപമാലയെയും മാനസാന്തര ജീവിതത്തെയും സംബന്ധിച്ച് ഫാത്തിമയിൽ അമ്മ നൽകിയ സന്ദേശം ഇന്ത്യയുടെ ഇന്നത്തെ യുദ്ധസമാനമായ സംഘർഷങ്ങൾക്കും അശാന്തിക്കുമിടയിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു മുദ്രാവാക്യമായി മുഴങ്ങേണ്ടിയിരിക്കുന്നു. ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിനും യുദ്ധങ്ങൾക്ക് അവസാനം വരുത്തുവാനും നിങ്ങൾ ദിവസേന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവിൻ. വിഭജനവും ഹിംസയും ദുഃഖവും നിറഞ്ഞെടുത്ത് അമ്മ എന്നും നമ്മുടെ ശരണവും ആശ്വാസവും പ്രതീക്ഷയും ആയിത്തീരുന്നു. പ്രാർത്ഥന, പരിത്യാഗം, പ്രായശ്ചിത്തം എന്നീ പുണ്യങ്ങളിലൂടെ അമ്മ തന്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുന്നു. ഫാത്തിമയിലെ പരിശുദ്ധ അമ്മയെ, സമാധാനത്തിന്റെ രാജ്ഞി, ഇന്ത്യക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ.